നമ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആകാശത്തിലേക്കും ഭൂമിയിലേക്കും ഉറ്റുനോക്കുന്ന കവിവരന്മാർ ശരങ്ങൾ കൊണ്ട് മൂടിയ സഹോദരന്മാരെ, ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ടു. അതികഠിന വർഷം കഴിഞ്ഞു നിൽക്കുന്ന മേഘം പോലെ രാക്ഷസന്മാർ അസ്ത്രങ്ങൾ അയച്ചു നിൽക്കുമ്പോൾ സുഗ്രീവനോടുകൂടി വിഭീഷണൻ അവിടെ വന്നു ചേർന്നു. നീലൻ, ദ്വിവിധൻ, മൈന്ദൻ, സുഷേണൻ, കുമുദൻ, അങ്കദൻ തുടങ്ങിയവരും വായുസൂനുവായ ഹനുമാനും രഘുനന്ദനന്മാർ കിടക്കുന്നത് കണ്ട് അഴലിൽപ്പെട്ടു. രക്തത്തിൽ കുളിച്ച് യാതൊരു അനക്കവുമില്ലാതെ നിശ്ചേഷ്ടമായി നനുത്തു നേർത്ത ശ്വാസ ഉച്ഛ്വാസത്തോടെ അമ്പുകളാൽ മറഞ്ഞ് ശരതൽപ്പത്തിലാണ് രണ്ടുപേരും കിടക്കുന്നത്. വീരവീരന്മാരായ അവർ സർപ്പങ്ങൾ പോലെ നെടുതായി ഇടയ്ക്ക് നിശ്വസിച്ചും ചേഷ്ടകൾ യാതൊന്നുമില്ലാതെ ജീവൻ മങ്ങിയും ഒലിച്ചുകൊണ്ടിരിക്കുന്ന കടും നിണത്തിൽ കനകക്കുടിമരം പോലെ ശോഭയാർന്നും അനങ്ങാതെ വീരശയ്യയിൽ കിടക്കുന്നു. ദശരഥനന്ദനന്മാർ ശരങ്ങളാൽ മറയപ്പെട്ട് കിടക്കുന്നത് കണ്ട സർവ്വവാനര പ്രമുഖന്മാരും കണ്ണുനീരൊഴുക്കി ചുറ്റും നിന്നു. വിഭീഷണനടക്കം ഒതുക്കാൻ കഴിയാത്ത വേദനയാർന്നു. വാനരന്മാർ വാനിലും ദിക്കുകളിലും സുസൂക്ഷ്മം നോക്കിയിട്ടും യുദ്ധമധ്യേ മായയിൽ മറന്ന മേഘനാഥനെ കണ്ടില്ല. എന്നാൽ മായ തിരശീലയ്ക്കുള്ളിൽ നിൽക്കുന്ന അഗ്രജപുത്രനെ വിഭീഷണൻ നോക്കിക്കണ്ടു. തേജസ്, യശസ്, പരാക്രമം എന്നിവ ഒത്തുചേർന്ന വീരൻ, അതുല്യ കർമ്മം ചെയ്ത് കൃതാർത്ഥനായവൻ, അടരിൽ ആർക്കും എതിരിടുവാൻ കഴിയാത്തവൻ, മഹാവരങ്ങൾ സമ്പാദിച്ച് പോരിനിടയിൽ മറഞ്ഞ നിശാചരൻ, രാവണപുത്രനായ ഇന്ദ്രജിത്തിനെ വിഭീഷണ നേത്രങ്ങൾ കണ്ടു. താൻ ചെയ്ത കർമ്മങ്ങളും അതുകൊണ്ട് അവ രണ്ടുപേരും വീണതും കണ്ട ഇന്ദ്രജിത്ത് രാക്ഷസന്മാർക്ക് മുഴുവൻ ആനന്ദമേകിക്കൊണ്ട് സസന്തോഷം ഇപ്രകാരം പറഞ്ഞു: കരനെയും ദൂഷണനെയും വധിച്ച മഹാശക്തന്മാർ, ഈ സഹോദരന്മാരായ രാമലക്ഷ്മണന്മാർ എൻ്റെ ശരജാലത്താൽ അവസാനിച്ചു. ഈ ബാണക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ സുരാസുരന്മാരും മാമുനീന്ദ്രന്മാരും ഒന്നിച്ചു ചേർന്നാൽ കൂടി സാധിക്കുന്നതല്ല. എൻ്റെ അച്ഛൻ അഴലാണ്ട് എന്തു കാരണത്താലോ രാത്രികളിൽ പള്ളിമെത്ത ദേഹം കൊണ്ട് സ്പർശിക്കാതെയാണ് കഴിയുന്നത്. വർഷകാലത്തിലെ നദിയെപ്പോലെ ഈ ലങ്കാരാജ്യം ഏതൊന്നിനാലാണോ കലങ്ങിയത്, സർവ്വ അനർത്ഥങ്ങൾക്കും കാരണമായ അതിനെ ഞാനിതാ ഇല്ലാതാക്കിയിരിക്കുന്നു. ശരൽക്കാലത്തിലെ കാറ്റുപോലെ രാമനും ലക്ഷ്മണനും എല്ലാ വാനരന്മാർക്കും വിക്രമമെല്ലാം പാഴായി കഴിഞ്ഞു. തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അരക്കന്മാരോട് ഇത്രയും പറഞ്ഞ രാവണി ശ്രീരാമസ്വാമിയുടെ ചുറ്റും നിൽക്കുന്ന യൂദവ മുഖ്യന്മാരിലെല്ലാം നെയ്യുവാൻ തുടങ്ങി. നീലനിൽ 9 ശരങ്ങൾ ഒപ്പമേൽപ്പിച്ചു. ശ്രേഷ്ഠങ്ങളും മൂർച്ചയുള്ളതുമായ 3 ശരങ്ങൾ മൈന്ദനിലും ദ്വിവിധനിലും അയച്ചു. പെരിയ വില്ലേന്തുന്ന ആ ശത്രുമർദ്ദനൻ ജാമ്പവാന്റെ നെഞ്ചിലേക്ക് ഒരമ്പ് വിട്ടു. കരുത്തേറിയ ഹനുമാനിൽ 10 സായകങ്ങൾ, തേജസ്സേറുന്ന ഗവാക്ഷൻ, ശരഭൻ, ഇവരിൽ വേഗമിയെന്ന രാവണി ഈ 2 ശരങ്ങൾ വീതം തറച്ചു. വാനരരാജ സുഗ്രീവനിലും യുവരാജ അങ്കദനിലും അനേകം അസ്ത്രങ്ങൾ തെരുതെരെ വിട്ടു. ചെന്തീജ്വാലയ്ക്ക് തുല്യങ്ങളായ ശരങ്ങളെ കൊണ്ട് ആ കവിവീരന്മാരെ നെഞ്ചൂക്ക് വളർന്ന ഇന്ദ്രജിത്ത് പിളർത്തിവിട്ടു. വാനര സമൂഹത്തെ മുഴുവൻ ബാണസമൂഹങ്ങളാൽ കിടുകിടെ വിറപ്പിച്ച രാവണി ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ഇപ്രകാരം തുടർന്നു: ഹേ രാക്ഷസന്മാരെ, അതിഘോരങ്ങളായ ശരങ്ങളെ കൊണ്ട് പട മുന്നിൽ നിൽക്കുന്ന ഈ ജ്യേഷ്ഠാനുജന്മാരെ ഒപ്പം ഞാൻ ബന്ധിച്ചു കഴിഞ്ഞു. കള്ളയുദ്ധത്തിൽ താൽപ്പര്യമാർന്ന ആ രാക്ഷസന്മാർ ഇന്ദ്രജിത്തിൻ്റെ പ്രവൃത്തി കാണുകയും വാക്കുകൾ കേൾക്കുകയും ചെയ്ത് അതീവ സന്തുഷ്ടരായി തീർന്നു. കനക കാർമേഘനാഥം പോലെ ഉച്ചത്തിൽ അലറുകയും ചെയ്തു. രാമൻ ഹതനായി എന്ന് നിശ്ചയിച്ച് രാവണപുത്രനെ വാഴ്ത്തി തുടങ്ങി. ശ്വാസോച്ഛ്വാസം ഇല്ലാതെ അനക്കമില്ലാതെ രാമലക്ഷ്മണന്മാർ ഭൂമിയിൽ കിടക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും ഹതരായെന്ന് പരിപൂർണമായി വിശ്വസിച്ചു. ഇങ്ങനെ രാക്ഷസന്മാർക്ക് മുഴുവൻ സന്തോഷമേകിയ ഇന്ദ്രജിത്ത് നിശായുദ്ധത്തിൽ വമ്പിച്ച വിജയം വരിച്ച് ആനന്ദത്തോടെ ലങ്കാനഗരിയിൽ അന്തംപുരം പ്രവേശിച്ചു. ശ്രീരാമലക്ഷ്മണന്മാരുടെ സർവാംഗങ്ങളും ഉപാംഗങ്ങളും ബാണങ്ങൾ മൂടിക്കിടക്കുന്നത് കണ്ട സുഗ്രീവൻ അത്യധികം ഭയാധീനനായി ദുഃഖനിമഗ്നനായി കണ്ണീരൊഴുക്കി വശം കെട്ട കപീശനോട് വിഭീഷണൻ പറഞ്ഞു: സുഗ്രീവ, ഭയപ്പെടരുത്, കണ്ണീരൊഴുക്കിയത് മതി. യുദ്ധങ്ങൾ ഈ നിലയിലാണ് എന്നോർക്കണം. നിയമേന ആർക്കും ജയം സിദ്ധിക്കുകയില്ല. ഹേ വീര, അല്പമെങ്കിലും ഭാഗ്യം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ മഹാത്മാക്കളായ ഈ ബലശാലികൾ മോഹാലസ്യത്തിൽ നിന്ന് ഉണരും. അങ്ങ് മനസ്സ് സുസ്ഥിരമാക്കൂ.
നാഥനില്ലാത്ത എനിക്കും അങ്ങേക്കും ഇവർ ധൈര്യം ഏകാതിരിക്കുകയില്ല. സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ചു നിൽക്കുന്നവർക്ക് അപമൃത്യു ഭയം ഒരിക്കലും ഉണ്ടാകുകയില്ലെന്ന് അങ്ങ് മറക്കരുത്. വിഭീഷണൻ പരിശുദ്ധ ജലം കൊണ്ട് കൈ നനച്ച് സുഗ്രീവന്റെ സുനേത്രങ്ങൾ പതുക്കെ തുടച്ചു. വീണ്ടും വെള്ളം കോരിയെടുത്ത് മന്ത്ര ഉച്ചാരണത്തോടെ വാനര രാജാവിൻ്റെ കണ്ണുകൾ കഴുകി. ബുദ്ധിമാനായ സൂര്യപുത്രൻ്റെ മുഖവും വെള്ളം തൊട്ട് തുടച്ചു. പരിഭ്രമം ഒട്ടുമില്ലാതെ സമയോചിത കർമ്മത്തെ വീണ്ടും തുടർന്നു. കപീശ്വര, അങ്ങ് ഈ സമയത്തിൽ അധീരരാകരുത്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അതിസ്നേഹം മരണത്തിനു കൂടി കാരണമായേക്കും. അതുകൊണ്ട് സർവകാര്യവിനാശകമായ അധൈര്യം വെടിയൂ. ശ്രീരാമാദികൾക്കും സൈന്യങ്ങൾക്കും വേണ്ടത് എന്താണെന്ന് ആലോചിക്കൂ. അല്ലെങ്കിൽ ബോധമുണ്ടാകുന്നതുവരെ ശ്രീരാമ സമീപത്തിൽ നിൽക്കാം. ബോധമുണ്ടായാൽ ദശരഥ നന്ദനന്മാർ നമ്മുടെ ഭയം നീക്കുമല്ലോ. ശ്രീരാമദേവന് ഇതെല്ലാം അത്ര സാരമുള്ളതാണോ? സുഗ്രീവ, ദേവന് മൃത്യു വരുന്നതല്ല സുഹൃത്തെ. ആയുസ് അവസാനിച്ചവനിൽ കാണുന്ന ശ്രീയാണോ ദേവനിൽ കാണുന്നത്? അതുകൊണ്ട് തികച്ചും ആശ്വസിക്കൂ. ആത്മശാന്തിയെ നിലനിർത്തൂ. ചിന്നിച്ചിതറാൻ തുടങ്ങിയ സൈന്യത്തെ വീണ്ടും ഞാൻ ഉറപ്പിച്ചു നിർത്താം. നോക്കൂ സുഗ്രീവ, അടുത്തു വരുന്ന എന്നെ കാണുമ്പോൾ ഭയപ്പെട്ട് വിവർണവദനന്മാരായ കവികൾ കണ്ണുകൾ മേഴിച്ച് ഇമ വെട്ടാതെ തമ്മിൽ എന്തോ ചെവിയിൽ മന്ത്രിക്കുന്നു. വാനരസത്തമന്മാർ പൂമാല കഴുത്തിൽ ഇട്ട പോലെ സന്തുഷ്ടരായി തീരട്ടെ. പ്ലവകേശ്വരനായ സുഗ്രീവനെ ഇത്തരത്തിൽ ആശ്വസിപ്പിച്ച വിഭീഷണൻ പാഞ്ഞു പോകുന്ന കവിസൈന്യത്തെ വീണ്ടും വീണ്ടും സമാശ്വസിപ്പിച്ചു. മഹാമായകളിൽ അതിവിഘ്നനായ ഇന്ദ്രജിത്താകട്ടെ സർവ്വസൈന്യങ്ങളാലും അനുഗതനായി ലങ്കാനഗര മധ്യത്തിലെ അരമനയിൽ ചെന്ന് പിതാവിനെ കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്ന അസുര പെരുമാളെ അഭിവാദ്യം ചെയ്ത് തൊഴുതുകൊണ്ട് അത്യന്തം പ്രിയമേകുന്ന വർത്തമാനം രാമലക്ഷ്മണന്മാരെ നിഗ്രഹിച്ച വിവരം അറിയിച്ചു. അത്യാനന്ദത്തോടെ ചാടി എഴുന്നേറ്റ് മകനെ ഗാഢമായി ആലിംഗനം ചെയ്തു. അനേകം രാക്ഷസ പ്രമുഖന്മാരുടെ മധ്യത്തിൽ ഇരിക്കുന്ന ചക്രവർത്തി ശത്രുക്കൾ നശിച്ച വർത്തമാനം കേട്ട് മൂർധാവിൽ ചുംബിച്ച് മകനോട് തെളിഞ്ഞ മനസ്സോട് ചോദിച്ചു. നാഗാസ്ത്രങ്ങളാൽ ബന്ധിച്ച രാമലക്ഷ്മണന്മാർ നിറം മങ്ങിക്കിടക്കുന്ന വർത്തമാനം വിശദമായി അറിയിച്ചു. മഹാരഥനായ മകൻ്റെ മഹാകൃത്യങ്ങൾ അറിഞ്ഞ രാവണൻ കാകുൽസ്ഥനാൽ സംഭവിച്ച ദുഃഖമെല്ലാം വെടിഞ്ഞ് അതിസന്തുഷ്ടനായി മകനെ പുകഴ്ത്തി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.